വെൽക്കം everyone. ഇത് LG 29 ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ പവർ സപ്ലൈ ആണ്, ഫ്യൂസ് അടിക്കുന്ന കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ബോർഡ് ഫ്യൂസ് അടിക്കുന്ന കംപ്ലയിൻറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ ബോർഡിൻ്റെ അടിയിൽ നിന്ന് ഭയങ്കര ശബ്ദമൊക്കെ, അതായത് പൊട്ടിത്തെറിയും പിന്നെ കത്തണയൊക്കെ കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഈ ഭാഗം വന്നിട്ട് കരിഞ്ഞിരിപ്പുണ്ട്, കണ്ടല്ലേ, കറുത്ത് കിടപ്പുണ്ട്. അത് സംഭവം കത്തിയതാണ്. അപ്പോൾ ബോർഡിൻ്റെ അടിയിൽ കത്തിയിരിപ്പുണ്ട്, അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിച്ചാൽ അത് കാണാൻ പറ്റും, ഈ ബ്രിഡ്ജ് റെക്ടിഫയർ ഡയോഡ് ഇതിൻ്റെ ഒരു ലെഗാണ് സംഭവം കത്തിയിരിക്കുന്നത്. ഓക്കെ, ആ പ്രിൻറ്റിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഇതേപോലെ സംഭവം കത്ത് വരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗമാണ് കത്തിയത്. അപ്പോൾ ഇത് കത്തിയതിൻ്റെ ഒരു പാടാണ് ആ ടി വിയുടെതോ ആ കവറിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഫ്യൂസും അടിച്ച് പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ STRഉം കംപ്ലൈൻ്റ് ആയി കാണും. അപ്പോൾ STR മാറണം, ഈ ബ്രിഡ്ജ് റെക്ടിഫയർ ഡയോഡ് മാറണം, വേറെ ഫ്യൂസ് വരണം. പിന്നെ പവർ സപ്ലൈക്കകത്ത് കുറേ സെനർ ഡയോഡുകളും പവർ സപ്ലൈ ഔട്ട്പുട്ട് ഡയോഡ്, അതല്ല നോർമൽ ഡയോഡൊക്കെ ഉണ്ടല്ലോ പവർ സപ്ലൈക്കകത്ത്, അതും ചെക്ക് ചെയ്ത് നോക്കണം അതിനെന്തെങ്കിലും ഫോൾട്ട് പറ്റിയിട്ടുണ്ടോ എന്ന്. ഫ്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ ഫ്യൂസ് പോയി, ഓക്കെ, ഫ്യൂസ് പോയതായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ ഇത്തരം കോമ്പോണൻസ് ഇവിടെ കൃത്യമായിട്ട് മാറ്റണം. മാറ്റിയിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ STR ആണ് ഇളക്കുന്നത്. അപ്പോൾ STR ഇളക്കണമെങ്കിൽ ഇവിടെ എന്താണ്, ഒന്നുകിൽ ഈ മെയിൻ കപ്പാസിറ്റർ ഇളക്കണം, അതല്ലെങ്കിൽ ഹീറ്റ് സിങ്കോട് കൂടി ഇളക്കണം. അപ്പോൾ ഹീറ്റ് സിങ്കോട് കൂടി ഇളക്കുന്നില്ല, ഈ കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ട് പിന്നെ എന്താണ് STR അങ്ങനെ ഇളക്കുക, അതാണ് കുറച്ചുകൂടെ എളുപ്പം. STRൽ കറക്റ്റ് നമ്പറുണ്ട്, ആ കറക്റ്റ് നമ്പർ മാത്രമേ വാങ്ങിച്ചിടാവൂ. ഇതുപോലെ STR ഒക്കെ എന്തെങ്കിലും ഫോൾട്ട് പറ്റിയ ഒരു നമ്പർ കുറഞ്ഞാലും ശരി കൂടിയാലും ശരി വാങ്ങിച്ചിട്ട് വർക്ക് ആവത്തില്ല. ചിലത് ലൈറ്റ് ചുമ്മാ ഇങ്ങനെ ബ്ലിങ്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ചിലതാണെങ്കിൽ അപ്പം തന്നെ ഫ്യൂസ് അടിക്കണ കംപ്ലൈൻറ്റും വരും. ഇപ്പോൾ റെക്ടിഫയർ ഡയോഡ് അതാണ് ഇളക്കുന്നത്, അപ്പം അതും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതും ഇവിടെ മാറ്റണം. പിന്നെ പ്രിൻ്റ് കത്തിയിട്ടുണ്ട്, അതും ഒന്ന് എന്താണ് ബ്ലൈഡ് വെച്ചിട്ട് നല്ലോണം ചുരണ്ടിയിട്ട് നമ്മുടെ പേസ്റ്റ് വെച്ച് ലെഡ് വെച്ച് നല്ലോണം ഒട്ടിക്കണം. അപ്പോൾ ഈ ഡയോഡിനും ഒരു വാല്യൂ ഉണ്ട്, കറക്റ്റ് വാല്യൂ ഉള്ള ഡയോഡ് ഇത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് വാല്യൂ ഉള്ള ഡയോഡും ഇടണം. അപ്പോൾ എൻ്റെ കയ്യിൽ ആൾറെഡി ഈ 29 ഇഞ്ചിൻ്റെ ബോർഡുണ്ട്, LGയുടെ തന്നെ. അപ്പോൾ അതിലൊന്ന് പഴയത് തന്നെയാണ് ഇളക്കിയിടുന്നത്. അപ്പോൾ അതിൻ്റെ STR ഡയോഡും കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇതിപ്പോൾ ബോർഡൊന്ന് നല്ലോണം ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ക്ലീനിങ് മസ്റ്റാണ്. എന്തെങ്കിലും ഒരു കോമ്പൗണ്ട് ഇളകി കഴിഞ്ഞാൽ ഇളക്കിയിട്ട് സോൾഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞ ശേഷം നല്ലോണം ക്ലീൻ ചെയ്യണം. STR നമ്പർ X6756 എന്നാണ്. ഇപ്പോൾ ഇത് വേറെ ഇളക്കി വെച്ചിരിക്കുന്നതാണ്. ഈ റൈറ്റ് സൈഡിലിരിക്കുന്നതാണ് ഇതിൽ നിന്ന് ഇളക്കിയ STR. അപ്പോൾ ഇടാൻ പോവുകയാണ്. പിന്നെ ഇനി റെക്ടിഫയർ ഡയോഡ്, ബ്രിഡ്ജ് റെക്ടിഫയർ ഡയോഡും കൂടെ ഇട്ടിട്ട് കറക്റ്റായിട്ട് എന്താണ് ഫ്യൂസ് ഇട്ട് ഓൺ ചെയ്ത് നോക്കാം. STR സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ മെയിൻ കപ്പാസിറ്ററും സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പാസിറ്റർ ഊരിയിട്ട് തിരിച്ച് വയ്ക്കുമ്പോഴൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി വേണം വയ്ക്കാൻ. തിരിഞ്ഞെല്ലാം പോയ സംഭവം ഫ്യൂസ് അടിക്കും, എല്ലാം കൂടെ പൊട്ടി അങ്ങ് തെറിക്കും. ഇതിപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയർ ഡയോഡും ഇട്ടിട്ടുണ്ട്. പിന്നെ പവർ സപ്ലൈയുള്ള ബാക്കി കോമ്പോണൻസൊക്കെ ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതൊന്നും വേറെ ഒരു ഇഷ്യൂസും ഇല്ല. ഓക്കെ, വേറെ ഒരു പ്രശ്നമില്ല. അതിപ്പോൾ ബോർഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇനിതാ വേറെ ഫ്യൂസ് ഇടുന്നുണ്ട്. ഈ ഫ്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ നല്ലതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നല്ല ഫ്യൂസാണ്. ഇത് നേരത്തെ ഇതിലുണ്ടായിരുന്ന ഫ്യൂസാണ്. ഇത് ചെക്ക് ചെയ്യുമ്പോൾ ചത്ത ഫ്യൂസാണ്. വേറെ ഫ്യൂസ് ഇതാ ഇട്ടിട്ടുണ്ട്. ഇനി ടി വി ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും പിന്നെ ഒരു കമൻ്റ് ഇടാനും പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അങ്ങോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല്. അപ്പോൾ ഇനി ടി വി ഓൺ ചെയ്തിട്ട് നോക്കാം. ടി വി ഇതാ ഓൺ ചെയ്തിട്ടുണ്ട്. ആ പവർ LED അവിടെ കറക്റ്റ് ഓണായി വന്നിട്ടുണ്ട്. ഇനി സ്ക്രീൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് സ്ക്രീനും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് മാറി. അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ വേറെയും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ അത് കയറി കാണുക. ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അല്ല നോർമൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.